ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു വഴിക്ക് ഇറങ്ങിയേക്കാണ്. പരിയാരം മെഡിക്കൽ കോളേജിലേക്കാണ് കേട്ടോ പോകുന്നത്, കണ്ണൂർ. അപ്പോൾ എൻ്റെ ഡെലിവറി ഇവിടെ നിന്നാണ് കഴിഞ്ഞിട്ടുണ്ടായത്. എനിക്ക് എൻ്റെ കുഞ്ഞു മോനെ എൻ്റെ ധൻഷു ബേബീനെ കിട്ടിയത് ഇവിടെ വെച്ചാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വരിക എന്നുള്ളതൊരു പ്രത്യേക ഒരു സന്തോഷമുള്ള കാര്യമാണ്. എന്താ പറയുക, ഇവിടുത്തെ ഈ ബോർഡ് കടന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഫീലിങ്സാണ് കേട്ടോ. അതെല്ലാം മാർക്കുണ്ടാകും. അവരുടെ കുഞ്ഞിനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെത് ഹൈ റിസ്ക് പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചാണ് ഡെലിവറി ഉണ്ടായത്. അതായത് നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ കാണിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് ഇവിടത്തേക്ക് മാറ്റിയതാണ് കേട്ടോ. ഹൈ റിസ്ക് പ്രഗ്നൻസി ആവാൻ കാരണം എനിക്ക് ഫുള്ളി പ്ലാസൻ്റ പ്രീവി ആയിരുന്നു കേട്ടോ. എനിക്ക് ഫുള്ളായിട്ട് ബെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പ്രഗ്നൻസി ജേർണി ഫുള്ളായിട്ട് എനിക്ക് ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനതിൻ്റെയൊക്കെ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ആഗ്രഹമുള്ളവർ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞത് പറയുന്നതും കൊണ്ടല്ല, നമുക്ക് ഇതുപോലെയൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ എൻ്റെ വീഡിയോ കാണുമ്പം ചെറിയൊരു ആശ്വാസമാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ളവർ കാണണമെന്നുള്ളവർ ആ വീഡിയോ കാണാം കേട്ടോ. ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കയറുമ്പോൾ തന്നെ ഒരുപാട് മെമ്മറീസ്. ഞാനിവിടെ കുറേ കാലം അഡ്മിറ്റൊക്കെ ആയിരുന്നു കേട്ടോ, കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ. അപ്പം അതൊക്കെ എന്താ പറയുക, ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇവിടെ നിന്നുള്ള കുറേ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തും നല്ല പോലെ എന്തോ ഒരു വിഷമം ഇങ്ങനെ മനസ്സിൽ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ മാറ്റി വെക്കാം. നമ്മൾ കുറേ ഇങ്ങോട്ടേക്ക് എത്തിയപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞത് നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് ഇതെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കുറേ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ കയറാമെന്ന് കരുതിയിട്ട് ഇവിടെ കയറിയതാണ് കേട്ടോ. അത് നല്ല ഫുഡായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായത്. കുഴപ്പമില്ല, നല്ല ഫുഡ് തന്നെയായിരുന്നു. ഇപ്പോൾ ധൻഷു ബേബി ഫുഡ് കഴിക്കുകയാണെങ്കിൽ അവൻ പീസൊന്നും കഴിക്കത്തില്ല. റൈസാണ് ആൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാലും ബിരിയാണി സിംഗിൾ മാത്രമേ മേടിക്കാറുള്ളൂ കേട്ടോ. അവനും പീസൊന്നും ആവശ്യമില്ല, ഇതുപോലെ റൈസ് മാത്രമേ തിന്നൂ. പിന്നെ പുറത്തുനിന്നുള്ള പീസ് അങ്ങനെ അധികവും ഞാൻ അവനെ കൊടുക്കാറില്ല, കാരണം ഒരുപാട് മസാലകളൊക്കെ ചേർത്ത് വരുന്നതായിരിക്കില്ല എത്തിയിട്ട്. അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് സേവ് ചെയ്ത് വെക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആക്കി ചെയ്യുന്നത്. ഗാലറിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു. യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നമുക്ക് എപ്പോഴും എടുത്ത് നോക്കാൻ വേണ്ടി പറ്റും. ധൻഷു ബേബി ജനിച്ച സ്ഥലമായതുകൊണ്ട് തന്നെ എനിക്കതൊരു പ്രത്യേകതയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ബൈ ബൈ.